വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ ഉണക്ക മീൻ കൊണ്ടുള്ള ഒരു പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അയല മീൻ കൊണ്ടുള്ള ഒരു പെരട്ട്. അതിനായിട്ട് 4 അയല മീനാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുകയാണ്. കുതിർത്തെടുത്ത ശേഷം മുള്ള് മാറ്റി അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണം. എടുത്ത ശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് എടുത്ത ഉണക്ക മീനിൻ്റെ ഫ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് നന്നായിട്ട് വറുത്ത് കോരണം. വലിയ മുള്ളൊക്കെ എടുത്ത് മാറ്റി കൊച്ചു മുള്ളൊക്കെ അതിൽ തന്നെയുണ്ട്. നന്നായിട്ട് നമ്മൾ ഉണക്ക മീൻ വറുത്തെടുക്കുന്നത് പോലെ ഇത് വറുത്തെടുക്കണം. വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് ഇതിൽ ഉപ്പ് കാണാൻ ചാൻസ് ഇല്ല. നമുക്ക് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പം മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഉണക്ക മീൻ വറുത്ത് കോരി എണ്ണയിൽ തന്നെ ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉണക്ക മീൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത്. സവോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത്, ഇതും കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയും സവോളയും ഒക്കെ നന്നായിട്ട് വഴറ്റി വരണം. ഒരുമിച്ച് നന്നായിട്ട് വഴറ്റി എടുക്കാം. നമുക്ക് ഒരു 3-4 മിനിറ്റായി സവോളയും ടൊമാറ്റോയും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് അതിലുള്ള ഡ്രൈ ഫിഷിൻ്റെ ഉപ്പൊക്കെ പോയി കാണും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ മുളക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് സമയം നന്നായിട്ട് ഈ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് മുളകൊക്കെ നന്നായിട്ട് മൂത്ത് മസാല എല്ലാം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ, അയലയുടെ ഉണക്കമീൻ്റെ വറുത്ത് വെച്ചിരിക്കുന്ന പീസസ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കണം. ഉണക്കമീൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ അയലയുടെ ഉണക്ക മീൻ അയല കൊണ്ടുള്ള ഒരു പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.